Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏകദേശം 60000 രൂപ വില വരുന്ന ഒരു കണ്ടന്റ് ക്രിയേഷൻ PC ബിൽഡുമായിട്ടാണ്. ഇത് നമ്മൾ ഒരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്ത ഒരു PC ആണ്. മെയിൻ ആയിട്ട് ഫോട്ടോഷോപ്പും അതുപോലെയുള്ള കുറച്ച് ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് റൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു PC ബിൽഡ് ചെയ്തത്. സോ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ Ryzen 5 3500X എന്ന് പറയുന്ന ഒരു 6 കോർ 6 ത്രെഡ് ഉള്ള ഒരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറിന് മാർക്കറ്റിൽ ഏകദേശം 15000 രൂപയോളം വില വരുന്നുണ്ട്. നിങ്ങൾക്ക് ബഡ്ജറ്റ് അല്പം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ Ryzen 5 3500 ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ Ryzen 3ലേക്ക് വന്നു കഴിഞ്ഞാൽ Ryzen 3 3100യും അതുപോലെ തന്നെ Ryzen 3 3300 നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനിയല്ല കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു ഹയർ എൻഡ് CPU ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് Ryzen 5 3600X അല്ലാന്നുണ്ടെങ്കിൽ Ryzen 7ലേക്ക് പോയി കഴിഞ്ഞാൽ Ryzen 7 3700X ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ഗ്രേഡ് വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് Ryzen 5ന്റെ 3500X ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു APU അല്ലാത്തത് കൊണ്ട് നമുക്കൊരു ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ് വേണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് അസ്യൂസിന്റെ സെഫേറസ് എഡിഷൻ 1050 Ti ആണ്. ഇതൊരു 4GB ഗ്രാഫിക്സ് കാർഡാണ്. ഈ ഒരു ബിൽഡിന് ഇത് മതി. കാര്യം ഞാൻ പറഞ്ഞു ഇത് മെയിനായിട്ട് ഫോട്ടോഷോപ്പിന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ ഗെയിമിംഗ് ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 1050 Ti മതി. ഇനി നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് പോലെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ റൺ ചെയ്യാനാണ് ഒരു PC ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം 1660 അല്ലെങ്കിൽ 1660 സൂപ്പറോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ല ഗെയിമിംഗ് സൈഡും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ RTX 3000 സീരീസിലേക്കും പോകാവുന്നതാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു 1050 Tiക്ക് ഏകദേശം 11000 രൂപയാണ് വില വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ മദർ ബോർഡ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിന്റെ B450 Aorus Elite ആണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഗാബൈറ്റിന്റെ B450 S2H അല്ലെങ്കിൽ S3H ചൂസ് ചെയ്യാം. അതാവുമ്പോൾ ഏകദേശം 5500 രൂപ മുതൽ ആ ഒരു മദർ ബോർഡുകളെല്ലാം അവൈലബിൾ ആണ്. ഈ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു മദർ ബോർഡ് ആകുമ്പോൾ ഏകദേശം 9500 രൂപയോളം വില വരുന്നുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റാം എന്ന് പറയുന്നത് കോഴ്സർ വെഞ്ചൻസിന്റെ 3200 MHz സ്പീഡുള്ള 2 8GB സ്റ്റിക്കാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഒറ്റ 8GB കാണുന്നുള്ളായിരിക്കും. കാര്യം ഇത് ബിൽഡ് ചെയ്ത് തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ അടുത്ത ഒരു 8GB കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ഒരു 8GB സ്റ്റിക്കിന് തന്നെ ഏകദേശം 4100 രൂപയോളം വില വരുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള എഡിറ്റിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8GB മതി. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെവി എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 16GB അല്ലാന്നുണ്ടെങ്കിൽ 32GB പോവാം. എത്രയും സ്പീഡ് കൂടുന്നോ അത്രയും നല്ലതായിരിക്കും. കാര്യം നമ്മുടെ Ryzen പ്രോസസ്സേഴ്സിന് എത്ര സ്പീഡുള്ള റാം യൂസ് ചെയ്യുന്നോ അത്രത്തോളം അതിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. സോ മിനിമം ഒരു 3000 MHz സ്പീഡുള്ള റാമെങ്കിലും ചൂസ് ചെയ്യുക. നമ്മുടെ പ്രൈമറി സ്റ്റോറേജിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് WD Greenന്റെ ഒരു 240GB M.2 SSD ആണ്. ഈ ഒരു SSDയും നമ്മുടെ WD Greenന്റെ നോർമൽ 2.5 SSD തമ്മിൽ സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. ആർക്കിടെക്ചറിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വയേഴ്സ് കുറയ്ക്കാമെന്നുള്ള മാത്രം ഗുണമേ ഉള്ളൂ. പ്രൈസും സിമിലർ ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ സ്പീഡ് വേരിയേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ആരും ഈ ഒരു SSD ചൂസ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് WD Blueന്റെ SSDകളുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് പോകുകയാണെങ്കിൽ ഗിഗാബൈറ്റിൻ്റെയും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒക്കെ നല്ല നല്ല SSDകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു 1TBയുടെ WD Blueന്റെ ഹാർഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫയലിന്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് സെക്കൻഡറി സ്റ്റോറേജ് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 1TB അല്ലെങ്കിൽ 2TB നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ല കുറച്ച് ഫയലേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ പ്രൈമറി സ്റ്റോറേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാർഡ് ഡിസ്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹാർഡ് ഡിസ്കിന് ഏകദേശം 3300 രൂപയോളം വില വരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതെല്ലാം പവർ ചെയ്യാൻ നമുക്ക് പവർ സപ്ലൈ വേണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൂളർ മാസ്റ്ററിന്റെ വൈറ്റ് എഡിഷൻ 650 വാട്ടിന്റെ ഒരു 80+ പവർ സപ്ലൈ ആണ്. സത്യത്തിൽ ഈ ഒരു ബിൽഡിന് 450 വാട്ട് മതി. കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് ഒരു ചെറിയ ഗ്രാഫിക്സ് കാർഡാണ്. അതിനും നമ്മൾ പവർ ഡയറക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. മദർ ബോർഡിൽ നിന്ന് തന്നെ പവർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ 450 വാട്ടിന്റെ പവർ സപ്ലൈ ചൂസ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഫ്യൂച്ചർ പ്രൂഫ് ആക്കാൻ വേണ്ടിയാണ് ഇതിൽ 650 വാട്ട് ചൂസ് ചെയ്തത്. നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 450 ചൂസ് ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾ മിനിമം ഒരു 550 ചൂസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക എല്ലാ മേജർ ഗ്രാഫിക്സ് കാർഡുകളും ഒരു 550 വാട്ട് പവർ സപ്ലൈയിൽ സ്മൂത്തായിട്ട് തന്നെ റൺ ആവുന്നതാണ്. സോ നിങ്ങൾ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 550 വാട്ട് പവർ സപ്ലൈ 80+ പവർ സപ്ലൈ എങ്കിലും എടുക്കാൻ ശ്രമിക്കുക. അടുത്ത ഏറ്റവും അവസാനമായിട്ട് ഇതെല്ലാം ഒത്തുകൊണ്ടുപോകാൻ നമുക്കൊരു ക്യാബിനറ്റ് വേണം. ആ ഒരു ക്യാബിനറ്റിൻ്റെ സെലക്ഷൻ ഞാൻ നിങ്ങളിലേക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വാങ്ങാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ മറ്റൊരു ക്ലയൻറ്റിന് വേണ്ടി ബിൽഡ് ചെയ്തൊരു PC ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊന്നും നോക്കിയില്ല. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഷൂട്ട് ചെയ്തതെന്ന് മാത്രം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാബിനറ്റ് ഫിംഗേഴ്സിൻ്റെ ഒരു ക്യാബിനറ്റ് ആണ്. അതിന് ഏകദേശം 4000 രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട്. പക്ഷേ ആ ഒരു വിലയ്ക്ക് ഒട്ടും വರ್ತല്ല. ആകെ ദൂരെ നോക്കുമ്പോൾ ഈസ്തറ്റിക് വൈസ് കാണാൻ കുറച്ച് RGB ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബിൽഡ് ക്വാളിറ്റിയും ശരിയല്ല, എയർ ഫ്ലോയും ഒന്നും ശരിയല്ല. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫാനിനും സ്പീഡ് കുറവാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്യാബിനറ്റ് ഒരിക്കലും നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ക്യാബിനറ്റ് നല്ല എയർ ഫ്ലോ ഉള്ള നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ക്യാബിനറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 2000 രൂപ മുതൽ 6000 രൂപ വരെ നല്ല ക്യാബിനറ്റുകൾ, അതായത് നല്ല എയർ ഫ്ലോയും നല്ല രീതിയിൽ RGB ഉള്ള ഒരുപാട് ക്യാബിനറ്റുകൾ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ ബഡ്ജറ്റും നോക്കി നിങ്ങൾക്ക് അതൊരെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ PC കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ പ്രൈസ് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 60,000 രൂപയോളം വില വരുന്നുണ്ട്. സോ നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് നമ്മൾ ഈ ഒരു PCയുടെ ബിൽഡ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. സോ ഈ ഒരു PC ബിൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു PCയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കമ്പോണൻസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.